പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ കൃഷിയിടത്തിലെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പൂച്ചെടികൾ എന്നിവയുടെ എല്ലാം പൂർണ്ണമായ വളർച്ചയ്ക്കും അതുപോലെ വളരെ വേഗം പൂക്കളും പഴങ്ങളും ഉണ്ടാകുന്നതിനും വേണ്ട ഒരു ജൈവ വളക്കൂട്ട്, അതും പണച്ചെലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് ശീമക്കൊന്നയില. ഇത് വെറുമൊരു നത്തോലിയിലയല്ല. ഗുണങ്ങൾ കേട്ടാൽ സ്രാവല്ല, തിമിംഗലം ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഇലകൾ നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും അരിഞ്ഞെടുത്താൽ വളരെ വേഗം വെള്ളത്തിൽ അലിഞ്ഞു ചേരുവാൻ സഹായിക്കും. ഇത് പച്ചച്ചാണകം ധാരാളം വെള്ളത്തിൽ കലക്കിയതിലേക്ക് മിക്സ് ചെയ്ത് ചെറിയ ഡ്രമ്മിലോ കുറ്റിയിലോ ഒരാഴ്ചക്കാലം വെച്ചേക്കുക. എന്തുകൊണ്ടാണ് കൊന്നയില ഉപയോഗിക്കുന്നത്? മികച്ച ജൈവവളമാണ് കൊന്നയില എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സൂര്യപ്രകാശത്തിൽ നിന്ന് ധാരാളം നൈട്രജൻ സ്വീകരിച്ച് ഇലകളിൽ സംഭരിച്ചു വയ്ക്കാനുള്ള അത്ഭുതാപകമായ കഴിവ് തന്നെ കൊന്നയിലയ്ക്കുണ്ട്. പയർച്ചെടികൾ വേരുകളിൽ നൈട്രജൻ ശേഖരിക്കുന്നതിൻ്റെ 10 മടങ്ങ് സംഭരണശേഷി കൊന്നയിലയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം. പച്ചച്ചാണകം നമ്മൾ നേരിട്ട് ചെടികൾക്ക് നൽകുമ്പോൾ അവ അപ്പോൾ തന്നെ വലിച്ചെടുക്കാൻ ചെടികൾക്ക് കഴിയില്ല. മണ്ണുമായി ചേർന്ന് അതിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നതിന് ശേഷമാണ് ചെടികൾ വലിച്ചെടുക്കുന്നത്. ഏകദേശം 1 മാസത്തോളം സമയം വരും ഈ പ്രക്രിയ പൂർത്തിയാകാൻ. അതേസമയം പുളിപ്പിച്ച ചാണകം വേരുകൾക്ക് വലിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതോടൊപ്പം കൊന്നയിലയിലെ നൈട്രജൻ ഉൾപ്പെടെയുള്ള വിവിധ പോഷകങ്ങളുടെ ലഭ്യത കൂടി ആകുമ്പോൾ എല്ലാ ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും പെട്ടെന്ന് പൂവിടാനും നല്ല കായ്ഫലം നൽകുവാനും കഴിയും. കൊന്നയിലയും ചാണകവും ചേർത്ത് പുളിപ്പിച്ചെടുത്തത് 4 ഇരട്ടി വെള്ളം ചേർത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ അത്ഭുതകരമായ റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. ഇത് 2 വർഷം മാത്രമായ റൊളേനിയയാണ്. അതുപോലെ തന്നെ 2 വർഷം മാത്രം പ്രായമായ അബിയു. ഇത് 1.5 വർഷം പ്രായമെത്തിയ കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട്. അതുപോലെ തന്നെ ബെറാപ്പിൽ, കിളിഞ്ഞാവൽ, കാന്താരി, ചീര, കുറ്റിക്കുരുമുളക്, മറ്റ് വിവിധ പൂച്ചെടികൾ, ഇവയ്ക്കെല്ലാം ഈ വളം തന്നെയാണ് തുടർച്ചയായി ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എല്ലാ പൂച്ചെടികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ആവശ്യമായ വളങ്ങൾ പണച്ചെലവില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.